ഗൈസ്, അങ്ങനെ ഒരു നീണ്ട മടിക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ, പാനിലൊന്ന് മുട്ടിയതാണ്, കുറച്ച് ചിക്കൻ, അത് കുക്ക് ചെയ്തിരിക്കുന്ന ചിക്കനാണ്, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളി, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് തക്കാളി. പിന്നെ നമുക്ക് കുറച്ച് സവോള. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ക്യാപ്സിക്കം, പിന്നെ കുക്കുംബർ, അങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് ഞാനൊരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, ആ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടം, അതുകൊണ്ട്. പിന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് മയോണൈസ് ഇല്ലാതെ എന്ത് സാൻഡ്വിച്ച്, എന്ത് ബർഗർ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഇരിക്കട്ടല്ലേ, ഒരു ടേസ്റ്റ് വേണ്ടേ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, എരിവിന് പച്ചമുളക് ഇട്ടാൽ സാൻഡ്വിച്ച് ബോറാകത്തില്ല. കുരുമുളക് പൊടി. പിന്നെ അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി, കാരണം മയോണൈസിന് ഓൾറെഡി ഒരു ഉപ്പ് കാണും. കുറച്ച് ഉപ്പ്. ഇത് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു സലാഡൊക്കെ പോലെ കഴിക്കാം. പക്ഷേ മയോണൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സലാഡൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് ബ്രെഡിലൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ തിന്നിട്ട് സ്പൂൺ എടുത്ത് വിത്തിലിടുന്നത് എന്താണ്? ഇത് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ളതല്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മൾ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് സോസ് ഒഴിക്കാൻ മറന്നു. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിക്കാം. ഒത്തിരി ഒഴിക്കേണ്ട. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മധുരവും പുളിപ്പൊക്കെ ആയിപ്പോൾ കുറച്ച് ശകലം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ബ്രെഡിലോട്ട് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സാൻഡ്വിച്ച് ബ്രെഡ് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് അതിൽ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാത്തത് കൊണ്ടും അതിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടും ഞാൻ നമ്മുടെ നോർമൽ മിൽക്ക് ബ്രെഡിലാണ് ഇതുണ്ടാക്കുന്നത്. അതെ, മിൽക്ക് ബ്രെഡ്. കവറെ നോക്കിയതാ ഏതാ ബ്രെഡ് എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ കുറച്ച് യെസ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം. ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബർഗർ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറി മേളിൽ കുത്തി വെച്ചിട്ടുള്ള ബർഗറില്ലേ, ക്വാളിറ്റി ബേക്കറിയുടെ ബർഗർ, അതാണ് ഓർമ്മ വരുന്നത്. ഇത് ഫസ്റ്റ് കഴിച്ചപ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. കാരണം അവിടുത്തെ ബർഗറിനകത്താണെങ്കിലും സാൻഡ്വിച്ചിനകത്താണെങ്കിലും വലിയൊരു സവോള, വലിയൊരു തക്കാളി, അതിനോടൊക്കെ ചെറി, അങ്ങനെയൊക്കെ വെച്ചാൽ തരുന്നത്. സോറി, ബർഗറിനകത്ത് അങ്ങനെ തരുന്നത്. സാൻഡ്വിച്ചിനകത്താണെങ്കിൽ ഉള്ള ക്യാബേജ് മൊത്തം അരിഞ്ഞ് വെച്ച് കുറ്റം പറയല്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഇതെന്തായാലും കൊള്ളാം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.